അടുക്കളപ്പണിയൊന്നും അത്ര വശമില്ലാത്തതുകൊണ്ട് പപ്പേനെ സഹായിക്കാൻ കയറിയാൽ ദേ ഇതാട്ടോ അവസ്ഥ. ഹായ്, ഞാൻ റോസ്ലിൻ. വെൽക്കം ടു മൈ ഡാഡ്സ് യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന വൺ ഓഫ് മൈ ഫേവറേറ്റ് ഡിഷായ കപ്പപ്പുഴുക്കാട്ടോ. അതിനായി ആദ്യം കപ്പയുടെ തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. ക്ലീൻ ചെയ്ത കപ്പ കുക്കറിലേക്ക് ഇട്ടതിന് ശേഷം ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ഉപ്പുവിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കപ്പ കഷ്ണങ്ങൾ വെള്ളത്തിൽ മുങ്ങിക്കിടപ്പുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഒരു 2 വിസിൽ മതിയാവും. ഇനി കപ്പപ്പുഴുക്കിന് വേണ്ടിയുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനായി മിക്സിയിലേക്ക് തേങ്ങ കഷ്ണങ്ങളാക്കിയത്, ചെറിയ ജീരകം, വെളുത്തുള്ളി, പച്ചമുളക്, കുറച്ച് വേപ്പില ഇതെല്ലാം ഒന്ന് അരച്ചെടുത്ത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ചെറുള്ളി വേണം, അത് നമ്മൾ ചതച്ചെടുക്കുന്നുണ്ട്. ഇനി ചൂടായ ചട്ടിയിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കുറച്ച് കടുകിട്ട് പൊട്ടിക്കുക. ഇതിലേക്ക് വേപ്പിലയും വറ്റൽമുളക് മുറിച്ചതും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേവിച്ച കപ്പ ചേർത്തിട്ട് നല്ലപോലെ ഉടച്ച് മിക്സ് ചെയ്യുക. ഇനി നേരത്തെ അരച്ചു വെച്ചേച്ച അരപ്പ് ഇതിലേക്ക് ചേർത്ത് നല്ലപോലെ യോജിപ്പിച്ചെടുക്കാം. ശേഷം ചതച്ചു വെച്ച ചെറുള്ളിയും കുറച്ച് വെളിച്ചെണ്ണയും വേപ്പിലയും ഇട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്താൽ നമ്മുടെ കപ്പപ്പുഴുക്ക് റെഡിയായി. ചമ്മന്തിയുടെ ഒപ്പം കൂട്ടാനും കഞ്ഞിയുടെ ഒപ്പം കൂട്ടാനും മീൻകറിയുടെ ഒപ്പം കൂട്ടാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പപ്പയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. 75-ലധികം വീഡിയോസ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.